നമുക്ക് തിരുവഴുത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാമേ. ഞാനിന്ന് സംസാരിക്കുന്നത് എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത. സാധാരണ ഇപ്പോൾ പ്രസംഗത്തിൻ്റെ ടൈറ്റിൽസ് ഒന്നും പറഞ്ഞ് ഞങ്ങൾ ഉദ്ദേശിച്ചമാർ പ്രസംഗിക്കാറില്ല, ഒക്കുകയില്ല. വേണമെങ്കിൽ ഒരു ടൈറ്റിൽ എനിക്ക് ഇന്ന് കൊടുത്താൽ വിടുതലുകളും ദൈവത്തിൻ്റെ വ്യവസ്ഥകളും എന്നാണ് ഞാൻ സംസാരിക്കാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഈ പെന്തക്കോസിൽ പൊതുവെ ഉള്ള ഒരു വാക്കാണ് വിടുതൽ. കേട്ടിട്ടുണ്ടോ? എപ്പോഴും അത് എപ്പോഴും നമ്മൾ പറയും വിടുതൽ വേണം, വിടുതൽ വേണം, വിടുവിക്കപ്പെടണം, വിടുതൽ തരും. ചില ആൾക്കാരെ കുറിച്ച് ആ ദേവദാസൻ ഇങ്ങനെ വിടുതൽ കൊടുക്കുന്ന ആളാണ്. ജോഷയ്ക്കറിയാം, കോലഞ്ചേരിയിൽ വിടുതൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? മോനെ, അങ്ങനെ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. ശാന്തമ്മ കർത്താവ്, മരിച്ചുപോയി യോനാ സാർ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് പഴയ ടീമുകളുണ്ട് ഞങ്ങളുടെ പെരുമ്പാവൂർ കോൺടെക്സ്റ്റിൽ. അപ്പൊ വിടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പദപ്രയോഗം. വേറൊരു വാക്കാണ് കൃപ. കൃപ മോശമെന്നല്ല, കൃപയ്ക്ക് അർത്ഥവ്യാപ്തി പോലെ നഷ്ടപ്പെടുന്ന പോലെ നമ്മൾ കൃപ ഉപയോഗിക്കാറുണ്ട്. വെറുതെ ഇല്ല, ചെറുപതി ഇറങ്ങണം പോലെ കൃപ കൃപ വെറുതെ ഒരു ശീലത്തിന്റെ ഭാഗമായിട്ട് ഉച്ചരിക്കും. വിച്ച് ഇസ് റോങ്. കൃപയ്ക്ക് കൃപയുടെ വിലയുണ്ട്. കൃപയാലാണ് നമ്മളെല്ലാവരും കൂടി ഇരിക്കുന്നതിന്, അല്ലേ? അതുകൊണ്ട് അത് വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ്. അതെ, അങ്ങനെ ചില മലയാള പദങ്ങൾ വർഷങ്ങളിലൂടെ പറഞ്ഞ് പതിഞ്ഞു പോയെന്ന് നമ്മൾ പറയും. എന്നിട്ട് കൈൻഡ് ഓഫ് മുന്നോട്ടണി ഇങ്ങനെ വെറുതെ ചൊല്ലിവിടുന്ന പോലെ. നമ്മൾ സമുദായ സഭകളെ വിമർശിച്ച് പുറത്തിറങ്ങിയത് ഈ ചൊല്ലല് ഒഴിവാക്കിയിട്ടാണെങ്കിലും അറിയാതെ നമ്മൾ വർഷങ്ങളിലൂടെ ചില സംഗതികൾ അധരം കൊണ്ട് ഉച്ചരിച്ചിട്ട് അകത്തേക്ക് ഇറങ്ങാതെ പറഞ്ഞു പോകുന്ന കുറെ വാക്കുകൾ നമ്മുടെ മധ്യ വന്നിട്ടുണ്ട്. അതിനെല്ലാം ഒന്നെങ്കിൽ കുടഞ്ഞൊഴിയണം, അല്ലെ അതിനെ മൊണോട്ടണി ഇല്ലാതാക്കണം. ഓക്കെ, കൃപ എന്ന് പറയുമ്പോൾ നല്ല വെയിറ്റിൽ കൃപ പറയേണ്ടി വരും. വിടുതല് ഞാൻ സംസാരിക്കുന്നത് പെന്തക്കോസ്തിൽ വെറുതെ നമ്മൾ വിടുതൽ എന്ന് പറയുന്നത് അങ്ങനെ ആരും വിചാരിക്കുന്നത് ചുമ്മാ ദൈവം പിടിപ്പിക്കുമെന്ന്. നോ, അങ്ങനെ ദൈവത്തിന് പദ്ധതി ഇല്ല. പ്രതീക്ഷകൾ ഒത്തിരി താലോലിക്കും, നടക്കണമെന്ന് നിർബന്ധമില്ല. ഒരു കാര്യം ശ്രദ്ധിക്കുക, തിരുവഴുത്തിൽ വ്യവസ്ഥയില്ലാതെ, അൺകണ്ടീഷണൽ, ഉപാധികളില്ലാതെ നമുക്ക് തന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. പറയാൻ ആർക്കെങ്കിലും രക്ഷ. പ്രിസൈസ്ലി ആത്മരക്ഷ മാത്രമേ കണ്ടീഷൻ അല്ലാതെ. ഏത് കൊടും പാപിക്കും, ഏത് മതക്കാരനും, ഏത് പെസകൊള്ളവനും ചങ്ക് തകർത്ത് ഉള്ളം നുറുങ്ങി കണ്ണു നിറച്ച് അപ്പാ പിതാവേ എന്ന് അലറിയാൽ അന്നേരം രക്ഷ ദൈവം കൊടുക്കുകയാണ്. കരമൂർത്തി എല്ലാവരും ദൈവത്തെ സൂചിപ്പിക്കും. ആ രക്ഷയുടെ ശക്തിയിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. ഈ രക്ഷ എന്ന വാക്ക് തിരുവഴുത്തിൽ ഒരുപാട് പഴക്കമുള്ള വാക്കായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൗരവം കുറഞ്ഞു പോകും. രക്ഷ, രക്ഷയുടെ സന്തോഷം നമുക്കറിയില്ല പ്രിയരെ. ദാവീദ് കണ്ണീരോട് പറഞ്ഞ വചനം ഓർമ്മയിലുണ്ടോ? രക്ഷയുടെ സന്തോഷം എനിക്ക് അത് പോയവർക്കേ അറിയാവൂ, പോയവനെ ഗൗരവം അറിയാവൂ. അതുകൊണ്ടാണ് എനിക്ക് നഷ്ടപ്പെട്ട സന്തോഷം കർത്താവേ. നോക്കൂ, ദാവീദ് മഹാരാജാവിന് സന്തോഷിക്കാൻ 100 കാര്യങ്ങൾ നാട്ടിലില്ലേ? പക്ഷെ അതുകൊണ്ടൊന്നും സന്തോഷം ഉണ്ടാവില്ല. രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കി തരണം. അപ്പൊ തികച്ച സൗജന്യമായി വ്യവസ്ഥകൾ വെക്കാതെ കരയുന്ന ഏത് കഠോര പാപിക്കും സൗജന്യമായി കർത്താവ് രക്ഷ നൽകുന്നു, മാനസാന്തരം നൽകുന്നു, നിത്യജീവൻ നൽകുന്നു, ആമേൻ, നീതീകരണം നൽകുന്നു, സാങ്ക്ടിഫിക്കേഷൻ നൽകുന്നു. അതെല്ലാം ഫ്രീ ആണ്, കോസ്റ്റ് ഇല്ലാത്തതല്ല. പക്ഷെ നമുക്ക് ദൈവം ഫ്രീ ആയിട്ട് നൽകുകയാണ്. ആമേൻ. കൃപയാലല്ലോ നാം വിശ്വാസം മൂലം. അപ്പം ഇതെല്ലാം സൗജന്യമായി കിട്ടി. പ്രിയരെ, നമുക്ക് പഴയ പെന്തക്കോസ്തിന് അത്രയും അറിയാൻ പറ്റത്തില്ല. തോമശായ പുതുതായി കൃപയിലേക്ക് വന്നവരൊക്കെ ആരാധനയ്ക്ക് ജോഷുവ തകർത്തു ആരും. എന്റെ ഭാഷയിൽ പാട്ട് മുറുകണ്ട. ഇപ്പൊ തന്നെ കീബോർഡുകാരും വന്നില്ല, സിസ്റ്റം ഓപ്പറേറ്റർ വന്നില്ല എന്നുള്ളത് നമുക്ക് ക്ഷീണമാകത്തില്ല. പാസ്റ്റർ ജോഷുവ
ചൊവ്വ ഡ്രമടിക്കുകയും ഞാൻ ഉഴപ്പി ടാമ്പലും കെട്ടുകയൊക്കെ ചെയ്യുന്നത്. ഈ ചരക്കൊന്നുമില്ലെങ്കിലും പുതിയ വിശ്വാസി വരുമ്പോഴേ ദൈവത്തെ ആരാധിക്കും. ആമേൻ. അവന്റെ അകത്ത് സന്തോഷം തുടി കൊട്ടിക്കൊണ്ടിരിക്കും. അവന്റെ ആദരങ്ങൾ കർത്താവിനായി സമർപ്പിതമായിരിക്കും. അവന്റെ നാവ് യേശുവിനെ ആരാധിക്കാൻ ഇങ്ങനെ ചലിച്ച് വിത്ത് എവറി മൊമെന്റം അതിങ്ങനെ ഇങ്ങനെ ത്രസിച്ചുകൊണ്ടിരിക്കും. കാരണം അകത്ത് സന്തോഷം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ഹല്ലേലൂയ അമിട്ട് പൊട്ടുന്ന ഹല്ലേലൂയ. പഴയ ഭക്തന്മാർ ഞെട്ടുന്ന റെൻസിലൊക്കെ തൃക്കമണിക്കാർ ചിലപ്പോ ഞെട്ടും. ഞങ്ങളുടെ പഴയ സഭയാണ്, അതുകൊണ്ട് ക്ഷീണമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ പഴയ ഏജിക്ക് ക്ഷീണമുണ്ട്. എന്നാൽ പുതിയ സഭ, ചെറുപ്പക്കാരുടെ സഭ, അനുഭവിച്ചവരുടെ സഭ, കർത്താവ് തൊട്ട് സൗഖ്യമാക്കിയവന്റെ സഭ. ആമേൻ. നന്ദിയോടെ ദൈവത്തെ ഓർക്കുന്നവന്, കർത്താവ് പാപക്കയത്ത് കരം പിടിച്ച് ഉയർത്തിയവർ, ആമേൻ, യേശുവിനെ കണ്ടവര്, മാറാവ്യാധി കർത്താവ് ഇറങ്ങിയ വന്ന് തൊട്ട് സൗഖ്യമാക്കിയവരുടെ ആരാധനയിൽ അവൻ താളമേളങ്ങൾ വേണമെന്നില്ല, ഇൻസ്ട്രുമെന്റ്സ് വേണമെന്നില്ല, പാട്ടുകാര് വേണമെന്നില്ല, ഉണർത്തുപാട്ടുകാര് വേണ്ട. അവർ വന്നപ്പോൾ മുതൽ പോകും വരെ ദൈവത്തെ നിരന്തരം കരങ്ങൾ നന്നായി തട്ടെ. ശക്തമായി 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 ശക്തമായിട്ട് എല്ലാവരും അവർ ദൈവത്തെ ആരാധിക്കട്ടെ. ശക്തമായി അനുഭവത്തിന്റെ കരുത്തിൽ ഈ രാത്രി എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. ദൈവം തൊട്ടവർ ദൈവത്തെ ആരാധിക്കട്ടെ. യേശുവിനെ കണ്ടവർ ആരാധിക്കട്ടെ. ആത്മരത്ര രക്ഷ അകത്ത് തുടിക്കുന്നവര് ഇന്ന് രാത്രി ശക്തമായി ദൈവത്തെ ആരാധിക്കട്ടെ. Glory be to God. Hallelujah. Amen. അത്രക്കാരെ കാണുമ്പോ എന്റെ കണ്ണ് നിറയെ പ്രിയരെ. ഞാൻ മലബാറുകാരനാണ്, കോഴിക്കോടുകാരനാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൻപുറത്ത് പഴയ ദേവാലയങ്ങൾ, ഓലമേഞ്ഞ പുല്ലുമേഞ്ഞ ഇഷ്ടം പോലെ ചർച്ചകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്റെ അപ്പൻ പറയുന്ന പാസ്റ്റർ KM ജോസഫ് ഇരുന്ന അസംബ്ലി ഗോഡിന്റെ നിരവധി സഭകളിൽ ഞങ്ങൾ ഇങ്ങനെ ബെൽവന്റെ അപ്പനടക്കം ഇങ്ങനെ കറങ്ങുമായിരുന്നല്ലോ. അപ്പൊ അവിടുത്തെ കൊച്ചു കൊച്ച് നിമയുടെ അമ്മയൊക്കെ താമസിച്ച വീടിനോട് 1 കിലോമീറ്റർ മാറിയുള്ള ഒരു വീടുണ്ട്. ഷെഡിലെ കൊച്ചമ്മ എന്ന് പറയും. അവിടെ ആ പറമ്പിൽ ഒരു ഷെഡ്, ഓല കൊണ്ട് ഒരു ഷെഡ് ഉണ്ടാക്കി വർഷങ്ങൾ ആരാധിച്ചതുകൊണ്ട് ചർച്ച വേറെ ഉണ്ടെങ്കിലും കൊച്ചമ്മ ഇപ്പോഴും ഷെഡിലെയാണ്. റിയലി അമ്മാവക്ക് ഇഷ്ടമല്ല, പക്ഷെ മാറി വിളിക്കാൻ നമുക്ക് അറിയത്തില്ല. കാരണം ഷെഡിന്റെ പേരിൽ ആ സംഭവം ഉണ്ടായത്. പക്ഷെ പ്രിയരെ, എനിക്ക് പറയണം, ഷെഡിലെ ആരാധന പോലെ ഇന്ന് വേറെ ആരാധനകളില്ല. ഈ വനസിന് തോക്കിയമാർ ആ അനുഗ്രഹങ്ങൾ വേറെ ഒന്നും കിട്ടാറില്ല. അവിടുത്തെ അഭിഷേകം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പെന്തക്കോസ്തുകാർ അന്യഭാഷ മറന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയും, മക്കളെ, പെന്തക്കോസ്ത് ഒരു സംഘമല്ല, ഒരു സംഘടനയല്ല, ഒരു ഡിനോമിനേഷൻ അല്ല, അത് രജിസ്റ്റേർഡ് സൊസൈറ്റി അല്ല, അത് ചുമ്മാ ഒരു ഫെലോഷിപ്പ് അല്ല. പെന്തക്കോസ്ത് എന്ന വാക്കിന്റെ ഇംപ്ലിക്കേഷൻ ആത്മനിറവിന്റെ ആരാധനയാണ്, അഭിഷേകത്തിന്റെ ആരാധനയാണ്. അന്യഭാഷ കേട്ടുന്നില്ല പെന്തക്കോസ് അല്ല. പ്ലീസ് ബെയർ വിത്ത് മീ. ആർക്കും വിരോധം തോന്നരുത്. പെന്തക്കോസ് ആവണമെങ്കിൽ എല്ലാവരും ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം. അപ്പോസ്തല കാലം പോലെ, പ്രവൃത്തി 2 പോലെ ആരാധന തുടങ്ങുമ്പോഴാണ് അത്. എവരിബഡി പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ. കരമടിച്ച് അഭിഷേകന്മാർ എല്ലാവരും ദൈവത്തെ ആത്മാവിൽ ആരാധിക്കട്ടെ. എല്ലാവരും ശക്തമായി ദൈവത്തെ ആരാധിക്കട്ടെ. ആത്മാവിലെ ആരാധന നമ്മുടെ മുഖമുദ്രയായി മാറട്ടെ, നിയോഗമായി മാറട്ടെ, അകത്തെ അവൻ ശക്തമായ ആഹ്വാനമായി മാറട്ടെ. അനുഭവത്തിന്റെ കരുത്ത് എല്ലാവർക്കും ദൈവം നൽകട്ടെ. പ്രാപിച്ച് ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിനായി കൊടുത്ത്, ശബ്ദം കൊടുത്ത്, ആരോഗ്യം കൊടുത്ത്, ബുദ്ധി കൊടുത്ത് അവൻ എല്ലാം സമർപ്പിച്ചെന്ന് രാത്രി ഇടം മറന്ന്, ആളെ മറന്ന് എല്ലാവരും യേശുവിനെ മാത്രം കണ്ട് ശക്തമായി അങ്ങ് ആരാധിക്കട്ടെ. Glory be to God. Hallelujah. Amen. Amen. ഞാൻ ചെറുപ്പക്കാരോട് പറയും, ചെറുപ്പക്കാരവിടെ ഭൂരിപക്ഷമല്ലേ. ഞാനും തോമാച്ചാനും ഒക്കെ ഉള്ളു പ്രായമുള്ളത്. യവനക്കാര് നിങ്ങളുടെ ശരീരം, ബൈബിളിലെ വചനം മറക്കല്ലേ. ഐ തിങ്ക് 1 കൊരിന്ത്യർ 6:10 വായിക്കണം. 6:20 ഞാൻ മനസ്സിൽ വന്നതാണ്. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ വായിച്ചിട്ടില്ലേ? അത് അതിന്റെ അർത്ഥം മനസ്സിലായോ? നമ്മൾ ചുമ്മാതെ ആത്മാവാന്നും പറഞ്ഞ്
ആത്മാവ് നയിച്ചോട്ടെ, നമുക്ക് ചുമ്മാ കുത്തിയിരിക്കാം. ഓ നോ, പാസ്റ്റർ അല്ല ആരാധനയുടെ പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദു. ഓക്കെ, മ്യൂസിക് ടീം അല്ല നമ്മെ ഉണർത്തേണ്ടത്. വേറെ വി നീഡ് മ്യൂസിക്. മ്യൂസിക് അത്യാവശ്യമാണ്, പക്ഷെ മ്യൂസിക്കുകാരല്ല പാടി നമുക്ക് ഉണർവുണ്ടാക്കേണ്ടത്. തൊണ്ട പൊട്ടി പ്രസംഗം ചെയ്യുന്ന കർമ്മമല്ല ആരാധനയ്ക്ക് അടിസ്ഥാനം. നമ്മുടെ ആരാധന അകത്തുനിന്ന് വരേണ്ടതാണ്. അകത്തെ ഒരു തീ കത്തലാണ്, ഒരു അഗ്നിജ്വാലയാണ്, ഒരു അഗ്നിപർവ്വത വിസ്ഫോടനമാണ്, ഒരു ലാവ പ്രവാഹമാണ്. അതാണ് ആരാധന. അത് അകത്തുനിന്ന് ഉയരേണ്ട ആരാധനയാണ്. ആമേൻ. അതുകൊണ്ട് ആ ഓർമ്മ നമ്മുടെ യവനക്കാരോട് ഞാൻ പറയുന്നത്, നിങ്ങള് എല്ലാവരും ശക്തി കൊടുത്തും ശബ്ദം കൊടുത്തും ശരീരം കൊടുത്തും ദൈവത്തെ ആരാധിക്കും. ഞായറാഴ്ചക്ക് ആരാധിക്കാൻ വരുമ്പോഴേ കുറച്ചുകൂടെ ആളുകൾ ചിലപ്പോൾ ഞായറാഴ്ച വരുമായിരിക്കും. ഓ ഭായ്, ആളുകളെ എണ്ണം വിഷയമല്ല പ്രിയരെ. പെന്തക്കോസ്ത് ആരാധന എല്ലാ കാലത്തും ആളില്ലെങ്കിലും ജനം അറിയും ഇവിടെ ആരാധന ഉണ്ട്. ഇവിടെ ഇപ്പൊ അത്രയും പുറത്തോട്ട് പോവില്ല. നാട്ടിൻ പുറത്തൊക്കെ എത്ര പേരാണെന്നൊന്നും ആർക്കും മനസ്സിലാകത്തില്ല. ഗംഭീര ആൾക്കൂട്ടമുണ്ടെന്ന് ആ പബ്ലിക്കിന്റെ വിചാരം. കാരണം ഇവിടെ തകർത്ത് 10 പേര് മതി നാട് ഇളക്കാൻ. വിച്ച് ഈസ് ഗുഡ്. എനിക്ക് ആ ഓർമ്മകൾ ചൈതന്യമാ പ്രിയരെ. ഇന്നത്തെ പഴയ പെന്തക്കോസിനോട് എനിക്ക് വിരോധമാണ്. തോമച്ചായ തൃക്കണമംഗലാണ് കേരളത്തിലെ പെന്തക്കോസിന്റെ തുടക്കം. ഈ പറഞ്ഞ റെൻസിയുടെ തൃക്കണമംഗൽ അവിടുത്തെ ആ സ്കൂളിൽ വെച്ചാണ് ബ്രദർകാരുടെ കൺവെൻഷനില് 1910 ഒരു സായിപ്പ് വന്ന് പ്രസംഗിച്ചപ്പോൾ അന്യഭാഷയൊക്കെ പറഞ്ഞിട്ട് സംഭവിക്കുന്നേ. ഞങ്ങളുടെയൊക്കെ തലമുറകൾ ഇപ്പൊ 5ാം തലമുറ പെന്തക്കോസ്താണ്. അതിന്റെ ക്ഷീണം ഒത്തിരി ഉണ്ട്. ഞാൻ ആദ്യകാല പെന്തക്കോസിലേക്ക് മടങ്ങിയായി രാത്രി സംസാരിക്കുന്നത്. അവിടെ ചെറുപ്പക്കാരെ കുഞ്ഞുങ്ങളൊക്കെ ശരീരം കൊടുത്ത് കർത്താവിനെ ആരാധിക്കണം. കൈ അടിക്കാൻ പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ ഉഴപ്പിത്തല്ലി നിൽക്കരുത്, തകർത്ത് കൈയടിക്കണം. കരം നന്നായി ചേർത്തടിച്ച്. ആമേ. ഇനി നാട്ടിൽ വല്ലോ കുഴച്ചിലോ ഉഴപ്പോ ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങോട്ട് മറക്ക. ഇത് കാനഡയാണ്. ദിസ് ഇസ് എഡ്മണ്ടൻ. എഡ്മണ്ടനല്ല, ചിലർക്ക് അങ്ങനെയാ വിചാരം. എഡ്മണ്ടനാണ്. ഇവിടെ നമ്മുടെ ശരീരത്തിന്റെ കരുത്ത് കൊടുത്ത് ദൈവത്തെ ആരാധിക്കണം. ആമേ. ഞാൻ താഴ്മയോട് പറയാം, എന്റെ ആരോഗ്യം പിന്നിട്ട് 48 കൊല്ലത്തെ ശുശ്രൂഷയിൽ എന്റെ ആരോഗ്യം വേറെ ഒരുത്തനും കൊടുത്തിട്ടില്ല. എന്റെ ശബ്ദം ഒരു പാർട്ടിക്ക് വേണ്ടി ഉയർത്തിയിട്ടില്ല. കർത്താവിന് വേണ്ടി ശരീരം കൊടുക്കാൻ ഇച്ഛിക്കുന്ന ഞാൻ ഇന്ന് രാത്രി ദൈവസഭയോട് യവനക്കാരോട് പറയുന്നു, ദൈവം നൽകിയ യവനമെന്ന ഈ തിളക്കമുള്ള കാലഘട്ടം. ആമേൻ. ദൈവം തന്ന നല്ല ശബ്ദം, ദൈവം തന്ന ചുണ്ടുകള്, ദൈവം തന്ന കരങ്ങൾ എല്ലാം കർത്താവിനായി സമ്പൂർണമായി കൊടുത്ത് ദൈവത്തെ ആരാധിക്കണം. ആമേൻ. ജോലി ചെയ്യാൻ ദൈവം ആരോഗ്യം ഓവർടൈം ചെയ്യാൻ നമ്മൾ ചെയ്യത്തില്ലയോ? വിടത്തില്ലല്ലോ അല്ലേ? വേണം. യു ഷുഡ് ഡു ദാറ്റ്. പക്ഷെ അതെല്ലാം ചെയ്യുമ്പോൾ ഓർത്തോണം, ഇതിനുള്ള ആരോഗ്യം ദൈവം തരുന്നതാണ്. എന്റെ കരുത്തും എന്റെ ശാപ്പാടുമല്ല, എന്റെ യവനത്തിന്റെ തിളപ്പല്ല, ദൈവത്തിന്റെ കരുണ കൊണ്ടാണ് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്. കരമുട്ടി എല്ലാവരും ദൈവത്തെ ഉറക്കെ സ്തുതിക്കട്ടെ. ദൈവം തന്നെ ആരോഗ്യം ചെലുത്തി ഞാൻ ദൈവത്തെ ആരാധിക്കുകയാണ്. എനിക്ക് ലോകത്തിലേക്ക് ജന്മം നൽകിയ എന്റെ അമ്മ അച്ഛൻ, പക്ഷെ അവരുടെ തീരുമാനമല്ല എന്റെ പിറവി, ദൈവത്തിന്റെ തീരുമാനമാണ്. ഞാൻ ജനിച്ച ദൈവത്തിന്റെ പദ്ധതിയില്ല. എന്റെ ശരീരം ദൈവം തന്നതാണ്. എന്റെ ആരോഗ്യം കർത്താവിന്റെ വകയാണ്. എന്റെ ജോലി ദൈവം തന്നതാണ്. എന്റെ താമസം ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ട് കർത്താവേ, എനിക്ക് ലഭിച്ച എല്ലാ കരുത്തും കൊടുത്ത് ഞാൻ ദൈവത്തെ ആരാധിക്കും. That's the rationale of our spirituality. നമ്മുടെ ആരാധനയുടെ, നമ്മുടെ ആധ്യാത്മികയുടെ അടിസ്ഥാന തത്വം അതായിരിക്കണം. ആ തത്വം അകത്തുണ്ടെങ്കിൽ ഇന്ന് ആള് വന്നില്ല, ഇന്ന് പ്രസംഗം വന്നില്ല, absolutely nothing. നാം ആരാധിക്കാൻ വന്നു, ആരാധ്യൻ വന്നിട്ടുണ്ട്, fine with me. ഞാൻ ദൈവത്തെ ആരാധിക്കും. ഓക്കെ. അതുകൊണ്ട് വ്യവസ്ഥകൾ ഇല്ലാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ബാക്കിയെല്ലാം വലിയ നിയമങ്ങളല്ലെങ്കിലും കർത്താവ് ചെറിയ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. ആ കണ്ടീഷനിലായിട്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ചുമ്മാ എല്ലാരെയും കൂടെ അനുഗ്രഹിക്കാന്നൊന്നും ദൈവം പറയത്തില്ല. നോ. ഞാൻ എപ്പോഴും ഓർക്കും, നിമ്മയുടെ അമ്മ, ഞാൻ പറഞ്ഞ നാട്ടിൽ കണക്ഷൻ, നിമ്മയുടെ അമ്മയും ഈ മോന്റെ പേരെന്നാ പറഞ്ഞത്,
ഏബൽ. ഏബലിന്റെ അങ്ങനെയല്ലടാ. ഏബലിന്റെ അപ്പനും വല്യപ്പനും അപ്പനവിടെ ഇല്ല, ജോയിച്ചാനും ഒക്കെ ആരാധിച്ചുകൊണ്ടിരുന്ന ചെങ്ങറോത്ത് എന്ന് പറയുന്ന ഞങ്ങളുടെ അസംബ്ലി റോഡിന്റെ വൈദവേ നമ്മുടെ പാസ്റ്റർ AGയുടെ ഓർഡൈൻ മിനിസ്റ്റർ ആണ്. നിങ്ങൾക്ക് അറിയാൻ മേലായിരിക്കും. ഐ ഡിക്ലെയർ. അപ്പോ that's a new connectivity. ആ ആരാധന ഞങ്ങളുടെ അപ്പച്ചൻ അവിടെ പാസ്റ്റർ ഏളിയർ. ഞാൻ ഇപ്പോഴും ഓർക്കുക, എന്റെ സൺഡേ സ്കൂൾ ടീച്ചർ അന്ന്, അമ്മയുടെ പേര് പറയാതിരിക്കുക, ആ അമ്മാമ അന്നും അമ്മാമയെ പോലെ കുറെ ചെറുപ്പക്കാരികളും അവർക്ക് ഒരു ആവശ്യമുള്ളപ്പോഴേ ബൈബിൾ അടച്ചു വെച്ചിട്ട് കണ്ണ് അടിച്ച് തുറക്കും. ഓക്കെ, എന്നിട്ട് കൈവിരൽ കൊണ്ട് ഒരൊറ്റ കുത്താണ്. കുത്തിയിട്ട് നോക്കുമ്പോ ഇതാണ് ദൈവത്തിന്റെ ആലോചന. പഴയ ചില പരിപാടികളാണ്. അന്നെനിക്ക് ഇപ്പൊ എനിക്ക് ചിരി വരും. ഇങ്ങനെയൊക്കെയാണോ പുസ്തകം വായിക്കുക? ഇങ്ങനെയൊക്കെയാണോ വാഗ്ദത്തങ്ങൾ? ഇതൊക്കെ വെറും ജാടകളാണ്. അങ്ങനെ ഒന്നും സംഭവിക്കാറില്ല. ഒക്കെ വ്യവസ്ഥകൾ ദൈവത്തെ ആരാധിച്ചാലേ കാര്യം നടക്കത്തുള്ളൂ. ഈവൻ ടിനായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാനിപ്പോ ഈ പ്രാവശ്യം വന്ന ശേഷം പോയ പല ഐ ഹാഡ് എ റിട്രീറ്റ്. ഞാൻ കിച്ചൺ ഏരിയയില് പാരീസ് എന്ന സ്ഥലത്ത് 3 ദിവസത്തെ ഒത്തിരി ചെറുപ്പക്കാരെ കാണും. പ്രാർത്ഥിക്കാൻ പറഞ്ഞവർ പലരും വീട്ടിലേക്ക് പോകാണ്ടി വരുന്നു. യു അണ്ടർസ്റ്റാൻഡ് സിറ്റുവേഷൻ ഇല്ലേ? പഴയനേക്കാളും ഭയങ്കര ചാലഞ്ചിങ് അല്ലേ ഇവിടുത്തെ എഡ്യൂക്കേഷൻ, ജോലി കണ്ടെത്തല്, ഈ പേപ്പർ വർക്ക്, ഡോക്യുമെന്റേഷൻ, ഭയങ്കര വെല്ലുവിളിയുള്ളൊരു കാലഘട്ടമായതുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, വ്യവസ്ഥകൾ പാലിക്കുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. കരമൂർത്തിയെല്ലാം സമർപ്പിച്ചാട്ടെ, അത് കർത്താവ് ചെയ്യുമെന്ന് ഞാൻ ആത്മാവിൽ തോന്നി വിളിച്ചു പറയും. ആമേൻ. 1-2 വാക്യങ്ങൾ അതുകൊണ്ട് വായിക്കാം. 2 കൊരിന്ത്യർ പ്ലീസ്. ഞാൻ കുറച്ച് ചിന്തകൾ മനസ്സിലുണ്ട്, എല്ലാം ഞാൻ സംസാരിക്കുന്നില്ല. 2 Corinthians chapter 7 and verse 1. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കൺമോശവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഞാനിപ്പോ പറഞ്ഞു വന്ന വ്യവസ്ഥ അവിടെ ഉണ്ട്. മനസ്സിലായത് നിങ്ങൾക്ക്? ആ വായനയിൽ എന്താ റെൻസി വായിച്ചപ്പോ മനസ്സിലായത്? അല്ല, വാഗ്ദത്തങ്ങൾ നമുക്കുണ്ട്. യെസ്, വി ഹാവ് ദ പ്രോമിസസ്. വളരെ ക്ലിയർ ആണ്. സ്കോളേഴ്സ് പറയുന്നത്, ഞാൻ കൃത്യമായിട്ട് സ്കോളേഴ്സ് പറയുന്നത് ബൈബിളിൽ 366 പ്രോമിസ്, 366. അതിനെക്കുറിച്ച് ഒരു ഇന്റർപ്രിറ്റേഷൻ, എല്ലാ ദിവസവും ഒരു വാഗ്ദാനം, എവറി ഡേ. പിന്നെ ലീപ് ഇയറിൽ an additional promise. That's very interesting. അപ്പൊ ചുരുക്കം പറയാ, നമുക്കെല്ലാം വാഗ്ദത്തങ്ങൾ ഇങ്ങനെ ട്യൂമേനി ഉണ്ട്, വചനത്തിലുണ്ട്. ദൈവം നിവർത്തിക്കും. കർത്താവ് പറഞ്ഞിട്ട് വാക്ക് മാറുമോ? ഇല്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും വചനത്തിൽ മാറ്റമില്ല. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസൻ. That's a categorical statement. ചുമ്മാ വല്ലവരും പറയുന്ന ഏർപ്പാട് അല്ല ഇത്. സൃഷ്ടാവായ ദൈവം പറയുന്നു, എന്റെ വാക്ക് ഞാൻ നിവർത്തിക്കും. ഇവിടുത്തെ നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഗവൺമെന്റ്, MLA, മന്ത്രി, അമ്മാതിരി വർത്താനം അല്ല ഇത്. കരുത്തുള്ളവനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. സമൃദ്ധിയുള്ളവനാണ്, മുഴുവൻ റിസോഴ്സസ് കൈവശമുള്ളവനാണ്, മറവിയില്ലാത്തവനാണ്. അങ്ങാ പറഞ്ഞത്, എന്റെ വാഗ്ദത്തങ്ങൾ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. I'm going to fulfill them. വാഗ്ദത്തം ചെയ്തവൻ വിശ്വാസൻ. വേറെ വചനം ഓർമ്മയുണ്ടോ? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ഉവ് എന്നാണ്, ചുമ്മാതല്ല. വചനം നിവൃത്തിയും കർത്താവ്. അവിടെ ഈ രാത്രി എല്ലാം ധൈര്യപ്പെട്ടോണം. വാഗ്ദത്തം ചെയ്തവന് വിശ്വസ്തനാണ്. ഞാൻ പിന്നെയും പറയുന്നു, ഈ വാഗ്ദത്തം പറഞ്ഞത് തിരുവഴുത്തിലാണെങ്കിൽ എനിക്ക് നല്ല ഗ്യാരണ്ടിയാണ്, അത് നിവർത്തിക്കും. അറിയാലോ, തോമാച്ചാനൊക്കെ അറിയാം, നമ്മൾ മനപ്പാഠം പഠിച്ച വാക്യങ്ങൾ, കൊച്ചുനാൾ മുതൽ അറിയാവുന്ന വചനങ്ങള്, നമുക്ക് വലിയ ഗൗരവമായിട്ട് തോന്നാത്തത്, ചില വേദനയും ഭാരവും തകർച്ചയും വരുമ്പോഴേ ഒന്ന് മറിച്ച് വായിക്കുമ്പോൾ ഇടിവെട്ട് പോലെ അകത്ത് ദൈവപ്രവർത്തനം അനുഭവമുള്ളവരുണ്ടോ ഇവിടെ? അപ്പൊ നിങ്ങൾ ഒരു കർത്താവേ,
ഈ വചനം എവിടെ കിടന്നു? ഞാൻ എത്ര നാളായിട്ട് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക, പക്ഷെ ആഴങ്ങളിലേക്ക് ഞാൻ വന്നില്ല. എന്റെ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടലുണ്ട്. ഞാനും ജോഷുവ പാസ്റ്ററും ദേവദാസും ഒക്കെ ഇന്ന് വേറൊരു ചെറുപ്പക്കാരന് ഒന്നും ചുമ്മാ സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറയായിരുന്നു, വചനത്തിന് ശക്തിയുണ്ട്, വചനം കരുത്തുള്ളതാണ്, ദൈവം പറഞ്ഞെങ്കിൽ നിവർത്തിക്കുമാണ്. അപ്പൊ വാഗ്ദത്തം എത്ര ഉണ്ടെങ്കിലും നിവർത്തിക്കും. ഈ വാഗ്ദത്തം എത്ര ഉണ്ടെങ്കിലും നിവർത്തിക്കാൻ ഒരു കൊച്ചു വ്യവസ്ഥ ദൈവം വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളത് കൊണ്ട് ഉണ്ട് ഫോർ ഷുവർ ഉണ്ട്. പക്ഷെ അത് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ടു അപ്രോപ്രിയേറ്റ്, ടു ക്ലെയിം യുവർ പ്രോമിസസ്. വാഗ്ദത്തങ്ങൾ നമുക്ക് അവകാശപ്പെടണമെങ്കിൽ ചുമ്മാ കയറി മറിച്ചു വായിച്ച പോരാ. എന്ത് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്? ജഡത്തിലെയും ആത്മാവിലെയും സകല കൽമഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധ, പെർഫെക്റ്റ് ഹോളിനെസ്. ആ വാക്യം വളരെ പ്രധാനമാണ്. രക്ഷിക്കപ്പെട്ടു, രക്തത്താൽ കഴുകപ്പെട്ടു എന്ന് പറഞ്ഞ് നടന്നാ പോരാ. ഡെയിലി സാങ്ക്ടിഫിക്കേഷൻ, ദൈനികമായ വിശുദ്ധ. കർത്താവേ, എന്റെ കുറവുകളെ ക്ഷമിക്കണമേ, പരാജയങ്ങളെ ക്ഷമിക്കണമേ. കർത്താവേ, എനിക്ക് ജയിക്കണം, എനിക്ക് വളരണം, എനിക്ക് പോരാട്ടത്തിൽ ജയമെടുക്കണം, പ്രലോഭനങ്ങളെ അതിജീവിക്കണം. ഇന്നലത്തെ പരാജയം ഇന്ന് എനിക്ക് ആവർത്തിക്കാൻ പറ്റില്ല. വിജയം തരണമേ കർത്താവേ എന്ന് ഉള്ളൊരു കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവർ, ജയിച്ച് മുന്നേറുന്നവർ, ജഡത്തിലെയും ആത്മാവിലെയും കന്മഷങ്ങളെ ഒരു ഡെയിലി ബേസിസ് ആയിട്ട് ഒഴിവാക്കുന്നവര് അവർ ഹോളിനെസ് പെർഫെക്റ്റ് ആകണമെന്ന് നിർബന്ധമുള്ളവരാണ് വാഗ്ദത്തം അവകാശമാക്കുന്നത്. മനസ്സിലായോ? കരമൊടുത്ത് എല്ലാവരും സമർപ്പിച്ചാൽ എന്റെ വാഗ്ദത്തം ദൈവം നിവർത്തിക്കാൻ പോവുകയാണ്. ഞാൻ പിന്നെയും പറയുന്നു, പെന്തക്കോസ്തിലെ പ്രധാനപ്പെട്ട പ്രവാചകരായിരുന്ന ജോഷുവ പാസ്റ്റർക്ക് അറിയില്ല, വാര്യാപുരം യോനാച്ചാൻ അല്ലേ, കേട്ടിട്ടുണ്ട്. കൂടൽ കുഞ്ഞുച്ചാൻ, മാങ്ങാനം ജോസഫ് അച്ചാൻ, അസംബ്ലിക്കോട്ടിലെ ജോൺ പാസ്റ്റർ, ജയകുമാരൻ നായർ, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അവരെയൊന്നും ഞാൻ അവഗണിക്കുന്നില്ല, എന്റെ പ്രസ്ഥാനത്തിലുണ്ട്. ഞാൻ പക്ഷെ അവരെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ലിസൺ മീ, എന്റെ ഗ്യാരണ്ടി ഇന്ന പ്രവാചകൻ പറഞ്ഞു എന്നുള്ളതല്ല. യോനാച്ചാൻ കേരളം കണ്ട ഏറ്റവും വലിയ പ്രോഫറ്റ് ആണെന്നുള്ളത് എനിക്ക് ബഹുമാനമാണൊരു വിഷയമല്ല. എന്റെ വിഷയം ദൈവം പറഞ്ഞുവെങ്കിൽ ദൈവം നിവർത്തിക്കും. കരമുട്ടി സമർപ്പിച്ചാണ് എല്ലാവരും. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ വചനം പ്രവാചകൻ പറയാതെ, പുരോഹിതൻ ഉരിയാടാതെ, അന്യഭാഷയുടെ അകമ്പടിയില്ലാതെ, ഈ മാറ്റമില്ലാത്ത വചനം, ആമേൻ, ഉൽപ്പത്തി 1 മുതൽ വെളിപ്പാട് 22 വരെ ഉള്ള വചനങ്ങള് എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ സന്ദേശമാണ്. കർത്താവ് ഇടപെടുന്ന വചനമാണ് ഇത്. ഇൻസ്പയർഡ് ആയിട്ടുള്ള അവൻ ദൈവത്തിന്റെ വചനമാണെന്ന് ഉറച്ചിട്ട് ഈ വചനം സംസാരിക്കുമ്പോൾ അത് വാഗ്ദത്തമായി ഏറ്റെടുത്തവർക്ക് വാഗ്ദത്തം നിവൃത്തിയാകും. വർഷങ്ങൾ കഴിഞ്ഞാൽ നിവൃത്തിയാകും. പതിറ്റാണ്ടുകൾ അവൻ നാം മറക്കും, ദൈവം മറക്കുകയില്ല. അന്ന് പറഞ്ഞുവെങ്കിൽ